ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ആൻഡ് ഇന്നുണ്ടല്ലോ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിയോളജിയിലെ ടോപ്പിക് അങ്ങ് തീർത്തേക്കാമെന്ന്. ഇന്നലെ മിസ്സ് പറഞ്ഞില്ലായിരുന്നു ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് ബർത്ത് കൺട്രോൾ. അപ്പം അത് ഇന്നലെ മിസ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ ഇന്നലത്തെ വീഡിയോക്കകത്ത്. ഇന്നലെ ബാക്കിയുള്ള ടോപ്പിക്സൊക്കെയാണ് പഠിപ്പിച്ചത്, കാരണം അതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ബർത്ത് കൺട്രോൾ അവർ വെച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അതങ്ങനെ പഠിപ്പിച്ചാൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ ഇന്നലെ ബർത്ത് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബർത്ത് കൺട്രോളിനെ പറ്റി, ബർത്ത് കൺട്രോൾ മെഷേഴ്സ് കേട്ടോ, അതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഒരുപാട് ലെങ്തി ആയിരിക്കില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ, ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രക്ഷപ്പെട്ടു. ശരി, അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. എനിവേ വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ എല്ലാവരും. ആൻഡ് ഫസ്റ്റ് ഓഫ് ആൾ, ഒരു ബർത്ത് കൺട്രോൾ മെഷർ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺട്രാസെപ്റ്റീവ്. കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തും, അതിപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും ഒരു സാധനമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മെത്തഡാണ്, വാട്ട് എവർ, അതുവഴി ഒരു കുട്ടിയുടെ ജനനം പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു കോൺട്രാസെപ്റ്റീവ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ചുമ്മാ ഒരു കോൺട്രാസെപ്റ്റീവ് നമുക്ക് അങ്ങനെ പോയി അത് ഒക്കെയാണ് എന്നാൽ പിന്നെ അത് യൂസ് ചെയ്തേക്കാം, അങ്ങനെയല്ല. നമ്മൾ നമ്മളുടെ ഹെൽത്ത്, നമ്മുടെ സിറ്റുവേഷൻ, നമ്മളുടെ നീഡ്, അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഒരു കോൺട്രാസെപ്റ്റീവിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി അല്ലേ. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം, അല്ലാതെ ഒരുപാട് ടെക്നിക്കൽ വശങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു സാധാരണ മനുഷ്യന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊന്നും ആവരുത്. യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കോൺട്രാസെപ്റ്റീവ്സ് ദാറ്റ് വി ഹാവ് ടുഡേ ആർ ആക്ച്വലി വെരി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ്. പിന്നെ ഈസിലി അവൈലബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നമ്മൾ കഷ്ടപ്പെടുകയൊന്നും ചെയ്യരുത്. നൗ ഇറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമുക്ക് ഫാർമസിയിലൊക്കെ പോയി കഴിഞ്ഞാലും കിട്ടും മോസ്റ്റ് ഓഫ് ദ തിങ്സ് അല്ലേ. ഇനി അതല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും, കാരണം ഗൈനക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആകും, ഇഫക്റ്റീവ് ആയിരിക്കണം. കാരണം നമ്മൾ ഒരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നതിലും ഒക്കെ ഒരല്പം പണം ഇടുന്നുണ്ട് അല്ലേ. സോ ദർ ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് അത് കാണിക്കണം. നടന്നു ഇല്ല അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സംഭവമാകരുത്. ഇറ്റ് ഷുഡ് ബി ഇഫക്റ്റീവ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഞാനൊരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അറ്റ് പ്രസൻറ്റ് എനിക്കൊരു പ്രഗ്നൻസി കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിനർത്ഥം ഞാനൊരു 5 years കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതല്ല അല്ലേ. ഇത് സമയം വേണമെങ്കിലും നമ്മളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ്സ് വരാം. അപ്പം മേ ബി ഒരു 5 years ലേറ്റിൽ ചിലപ്പോൾ എനിക്കൊരു കുട്ടിയെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാസെപ്റ്റീവ് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുട്ടി ഉണ്ടാവാതിരിക്കരുത്. ദാറ്റ്സ് വൈ വി ആർ സെയിങ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ. കാരണം നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയം മാത്രം നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണം, യൂസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ പഴയൊരവസ്ഥയിലോട്ട്, നമ്മളുടെ സിസ്റ്റംസ് എല്ലാം പഴയൊരവസ്ഥയിലോട്ട് തിരിച്ചു വരണം. ആൻഡ് ദ വെരി അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഹാവിങ് വെരി ലീസ്റ്റ് എമൗണ്ട് ഓഫ് സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു മരുന്നെന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ചെയ്ത് തുടങ്ങേണ്ട കാലം മുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് അല്ലേ. നമ്മൾ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണമെന്ന് ചിന്തിക്കണം ഒരു ടൈം ആയിരിക്കില്ല, ഒരുപാട് തവണകൾ നമ്മൾ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണം എന്നുള്ള ചിന്തയുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പില്ല് പോലത്തെ ഒരു സാധനമാണ് കഴിക്കുന്നത്, മെഡിക്കൽ ടാബ്ലറ്റ് പോലത്തെ ഒരു സാധനമൊക്കെയാണ് കഴിക്കുന്നത്, ആൻഡ് അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്ര തവണ അത് യൂസ് ചെയ്യേണ്ടായിരിക്കാം. സോ ബേസിക്കലി every contraceptive will be aiming to have a very least number of side effects. പിടികിട്ടിയാ. ആൻഡ് അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സെക്ഷുവൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെടുന്നതിൽ 2 പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻസ് ആണുള്ളത്. ഒന്ന്, ഈ പ്രഗ്നൻസി, അതിന് നമ്മൾ അത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ദ വെരി ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ എവറി സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ഇസ് ലൈക്ക് സെക്ഷുവൽ പ്ലഷർ അല്ലേ. സെക്ഷുവൽ പ്ലഷർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയിമിലാണ്. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ സെക്ഷുവൽ ഡ്രൈവിലോ
അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷറിലോ ഒന്നും യാതൊരു ഇൻ്റർഫറൻസോ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകാൻ പാടില്ല. പിടികിട്ടിയോ? ഇതൊക്കെയാണ് ഒരു കോൺട്രാസെപ്റ്റീവിന് ഐഡിയലി ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ മെയിൻ സംഭവത്തിലോട്ട് പോവുകയാണ്. ആൻഡ് കോൺട്രാസെപ്റ്റീവ്സിനെ പല പല മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുക. എന്ന് വെച്ചാൽ നാച്ചുറലി നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മളൊന്നും നമ്മുടെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യുന്നില്ല, നമ്മൾ സർജറി ഒന്നും ചെയ്യുന്നില്ല. വിത്തൗട്ട് എനി ഓഫ് ദീസ് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ബോഡിയിൽ സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് നമ്മളായിട്ട് നാച്ചുറലി ഇല്ലാതാക്കുന്നു. അതാണ് നാച്ചുറൽ മെത്തേഡ്സ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 3 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണ് ഏറ്റവും ആദ്യത്തത്. മിസ്സാണ് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ. അതിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഈ മെൻസ്ട്രൽ സൈക്കിളിൽ പല പല ഫേസസ് ഉണ്ട്. ലൈക്ക് മെൻസ്ട്രൽ ഫേസ്, ദെൻ ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ദെൻ ലൂട്ടിയൽ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേസസ് ഉണ്ട്. അതിൽ ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ാമത്തെ ദിവസം ഓവുലേഷൻ സംഭവിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഈ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ഫെർട്ടൈൽ പീരീഡാണ്. എന്ന് വെച്ചാൽ ഈ ഓവുലേറ്ററി ഫേസിൽ ദാറ്റ് മീൻസ് 14ാമത്തെ ദിവസത്തോടനുബന്ധിച്ച് നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ് ആയിട്ട് 99.9% നമ്മൾ പ്രഗ്നൻ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ, അവിടെ ഇന്നലെ പഠിച്ചപ്പോൾ നമുക്ക് പ്രഗ്നൻസി വേണമായിരുന്നു അല്ലേ. സോ വി ആർ ടോക്കിംഗ് ലൈക്ക് 14ാമത്തെ ദിവസം നിങ്ങൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഹൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ബർത്ത് കൺട്രോൾ എന്നുള്ള രീതിയിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവുലേഷൻ നടക്കുന്ന 14ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ അവോയ്ഡിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കറക്റ്റായിട്ട് 14ാമത്തെ ദിവസം തന്നെ സംഭവിക്കണം എന്നില്ല. ചിലപ്പോൾ അതിന് മുൻപ് LH സർജ് നമ്മളിൽ സംഭവിച്ചാലോ. ഈ LH സർജൊക്കെ എന്താ ഈ മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇന്നലത്തെ വീഡിയോ കണ്ടാലേ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഇതിനെപ്പറ്റി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ 14ാമത്തെ ദിവസം തന്നെ ഇത് സംഭവിക്കണമെന്നില്ല. സംടൈംസ് നമ്മുടെ ബോഡിയിൽ നേരത്തെ ഹോർമോൺസ് റിലീസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഓവുലേഷൻ മുൻപേ സംഭവിച്ചേക്കാം. ചിലപ്പോൾ വൈകി റിലീസ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓവുലേഷൻ വൈകി സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ കണക്കിലെടുത്തിട്ടാണ് അവിടെ 10 to 17 എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. 10ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെ, ദാറ്റ് മീൻസ് ഒരാഴ്ചയോളം നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ആകുന്നില്ല. ഡേ 10 മുതൽ ഡേ 17 വരെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് ആണെന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓവുലേഷൻ പീരീഡുള്ള സമയത്ത് നമ്മളിത് അവോയ്ഡ് ചെയ്യുന്നു. പിടികിട്ടിയോ? അങ്ങനെ ചെയ്താൽ നാച്ചുറലി നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഈ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിടികിട്ടിയോ? ദാറ്റ്സ് എ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ആസ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ സ്പേം റിലീസാകാൻ ഉള്ളൊരു സമയം വരുമ്പോൾ, അല്ലെങ്കിൽ സീമൻ റിലീസാവുന്നതിന് എന്താ വിളിക്കുക നമ്മൾ അറിയാമോ നിങ്ങൾക്ക്? ഇജാക്കുലേഷൻ എന്ന് വിളിക്കും നമ്മളതിന് കേട്ടോ. അപ്പോൾ ഇജാക്കുലേഷൻ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് അറിയാൻ പറ്റും. ലൈക്ക് ദ ബോഡി വിൽ ബി ഹാവിങ് ചേഞ്ചസ്. അവരുടെ ബോഡിയിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇജാക്കുലേഷൻ നടക്കാനാകുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും പുരുഷന്മാർ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ എന്ത് ചെയ്യും? മെയിൽ പാർട്ട്ണർ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ പീനസ് നമ്മളുടെ വെജൈനയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ജസ്റ്റ് ആ ഒരു സമയത്തേക്ക് നമ്മളുടെ ബോഡിയിൽ നിന്ന് അതിനെ വിഡ്രോ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ദാറ്റ് സീമൻ നമ്മളുടെ വെജൈനയിൽ ഡിപ്പോസിറ്റഡ് ആകുന്നില്ല, അല്ലെങ്കിൽ ഇൻസെമിനേഷൻ നടക്കുന്നില്ല. ഇൻസെമിനേഷൻ നടക്കുന്നില്ലെങ്കിൽ സ്പേം നമ്മുടെ ബോഡിയിൽ എത്തില്ലല്ലോ. ദെൻ ഹൗ കുഡ് ഇറ്റ് ലീഡ് ടു പ്രഗ്നൻസി? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു, പീനസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയുക. കോയിറ്റസ് എന്തിനാ പറഞ്ഞില്ലേ? സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കോയിറ്റസ് വിളിക്കുക. ഇൻറ്ററപ്റ്റസ് മീൻസ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇൻറ്ററപ്റ്റഡ് ആവുകയാണ്. ബേസിക്കലി നമ്മുടെ ബോഡിയിലിരുന്ന പീനസിനെ റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻറ്ററപ്റ്റിംഗ് ദ തിങ് അല്ലേ. അപ്പോൾ അങ്ങനെ പിടികിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസെമിനേഷനുള്ള സാധ്യതകൾ നമ്മൾ തീരെ ഇല്ലാതാക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു 100% സക്സസ് റേറ്റ് ഒന്നും ഇല്ല ഈ വിഡ്രോവലിൽ. മറ്റതിന് കുറച്ചും കൂടെ, ഈ പീരിയോഡിക് അബ്സ്റ്റിനൻസിന് കുറച്ചും കൂടെ ഒരു സക്സസ് റേറ്റ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇതിന് അത്രയും സക്സസ് റേറ്റ് ഇല്ല. കാരണം പുരുഷന്മാർ ഇറക്റ്റ് ആകുമ്പോൾ തന്നെ അവരുടെ ബോഡിയിൽ നിന്ന് കുറച്ചൊക്കെ ലൈക്ക് ഒരു ഇനീഷ്യൽ റിലീസ് ഓഫ് ചില സെക്രീഷൻസ് നടക്കുന്നുണ്ട്. ചില സെക്രീഷൻസ് ഇനീഷ്യലി റിലീസ് ചെയ്യുന്നുണ്ട് അവർ ഈ ജാക്കുലേഷനൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സെക്രീഷനകത്ത് ഇതുപോലെ സ്പേമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയിലോട്ട് എത്താം. അപ്പോൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും അതിന് മുന്നേ ചിലപ്പോൾ കുറച്ച് സ്പേമൊക്കെ നമ്മളുടെ വജൈനയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യലി അത് പ്രഗ്നൻസിയിലോട്ട് എത്തിയേക്കാം. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ചാൻസ് സംഭവം ഇവിടെ ഈ വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസിലുണ്ട് എന്നുള്ളത് ഓർക്കുക കേട്ടോ. യെസ്.
ഇനി മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് ലാക്ടേഷണൽ എമനോറിയ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മെൻസ്ട്രേഷൻ ഇല്ലെന്നുള്ളത് ഓൾറെഡി മിസ് എന്നല്ല പറഞ്ഞ. ഡെലിവറി സമയത്ത് നമ്മൾ ഈ കുട്ടീനെ ബർത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അല്പം ബ്ലീഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഫോർ എ ഫ്യൂ മന്ത്സ് വിൽ നോട്ട് ബി മെൻസ്ട്രേറ്റിംഗ്. അത് അപ് ടു ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളൊരു മാക്സിമം ഒരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ ദാറ്റ്സ് അപ് ടു 6 months എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മോസ്റ്റ്ലി ഒരു 6 മാസത്തോളം നമ്മളുടെ ബോഡിയിൽ മെൻസ്ട്രേഷൻ ഇല്ല. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ മെൻസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഓവുലേഷൻ ഉണ്ട് എന്നല്ല അതിനർത്ഥം. മെൻസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഓവുലേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഓവുലേഷനും സംഭവിക്കുന്നുണ്ടായിരിക്കില്ല, മെൻസ്ട്രേഷനും സംഭവിക്കുന്നുണ്ടായിരിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്ടേഷൻ നടത്തുന്ന സമയമായതുകൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നിടത്തോളം കൺസീവ് ആവാനുള്ള ചാൻസസ് കുറവാണ്. അത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് 6 months ആവണമെന്നില്ല. ചിലർക്ക് 6 months കൂടുതലായിരിക്കാം, ചിലർക്ക് 6 months കുറവായിരിക്കും. ലൈക്ക് ഇറ്റ് മേ ഓൺലി ടേക്ക് അപ്പ് അബൌട്ട് ലൈക്ക് 2 to 3 months അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് അത്ര റിലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയത്തില്ലല്ലോ നമ്മുടെ ബോഡിയിൽ എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല ഓവുലേഷൻ നടന്നു എന്നുള്ളതല്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് വി ആർ ഡൂയിങ് ദി സെക്ഷൽ ഇൻ്റർകോഴ്സ്. പക്ഷേ സംടൈംസ് ഓവുലേഷൻ നടന്നിട്ട് നമ്മൾക്ക് പ്രഗ്നൻസിയിലോട്ട് എത്താം. അതുകൊണ്ടാണ് കുറേ അധികം കപ്പിൾസ് ഒരു തവണ ഡെലിവറി കഴിഞ്ഞ അവരുടെ കുട്ടി ഒന്ന് പ്രോപ്പറായിട്ട് വളർന്നിട്ട് പോലും ഉണ്ടാവില്ല. അത് തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ സെക്കൻഡ് പ്രഗ്നൻസിയിലോട്ട് എത്തും. കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ അല്ലേ. ബേസിക്കലി ഈ ലാക്ടേഷണൽ എമനോറിയ അവിടെ ഈ 6 മാസത്തെ കാലയളവിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെയാണ്. പിടികിട്ടിയാ? യെസ്. അപ്പോൾ ഇതാണ് 3 നാച്ചുറൽ മെത്തേഡ്സ്. ആൻഡ് ദ തിങ് ഈസ് ലൈക്ക് ഇവിടെ നമ്മൾ മെഡിസിൻസോ ഡിവൈസസോ അങ്ങനെ യാതൊരു കാര്യങ്ങളും യൂസ് ചെയ്യാത്തതുകൊണ്ട് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. സോ മോസ്റ്റ് ലൈക്ക് സൈഡ് എഫക്റ്റ് കുറവുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഫെയിലായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ റിലൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇതാണ് നാച്ചുറൽ മെത്തേഡ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ബാരിയർ മെത്തേഡ്സ്. ബാരിയർ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ ബാരിയർ? ബാരിയർ എന്ന് വെച്ചാൽ ബേസിക്കലി തടസ്സം എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ബോഡിയിലുള്ള ഓവും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ബോഡിയിൽ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സ്പേമിനും ഇടയ്ക്ക് നമ്മളൊരു തടസ്സം, ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ബാരിയർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓവം സ്പേമുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒത്തിരി പറ്റുകയാണ്, കുറഞ്ഞു പോകുന്നു. അതാണ് ബാരിയർ മെത്തേഡ്സ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുക. പിടികിട്ടിയോ? യെസ്. ആൻഡ് ദ വെരി ഫസ്റ്റ് ബാരിയർ ഹിയർ ഇസ് കോണ്ടംസ് ആണ് ഏറ്റവും ആദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോണ്ടംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ കോണ്ടംസ് ഉണ്ട്. റബ്ബറിൻ്റെ വളരെ തിന്നായിട്ടുള്ളൊരു സാധനമാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. റബ്ബർ പശയൊക്കെ ഉപയോഗിച്ചിട്ട്, അപ്പം പുരുഷന്മാരിലാണെങ്കിൽ പുരുഷന്മാരുടെ പീനസ് അത് കവർ ചെയ്യും, സ്ത്രീകളിലാണെങ്കിൽ സ്ത്രീകളുടെ വജൈന സർവിക്സ് പോലെയുള്ള പോർഷൻസ് ആയിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ സ്പേം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടമിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലോട്ട് എത്തത്തില്ല. അങ്ങനെ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാസെപ്റ്റീവാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കോൺട്രാസെപ്റ്റീവ് കോണ്ടമാണ് നിരോധ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുള്ളത്. ഒരുപാട് ബ്രാൻഡിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ദാറ്റ്സ് നിരോധ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് മോർ ഓവർ ഈ കോണ്ടംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രഗ്നൻസി മാത്രമല്ല അത് അവോയ്ഡ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളിലേക്ക് വരാനുള്ള ചാൻസസ് ഒത്തിരി കുറയ്ക്കും ഈ സംഭവം. ആൻഡ് മോർ ഓവർ നമ്മൾക്ക് തന്നെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് തന്നെ ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതുകൊണ്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെത്തഡാണ് ഈ കോണ്ടംസ് എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളിങ്ങനെ വിചാരിക്കുക, വി വിൽ ബി ബൈങ് ബലൂൺസ് ഫ്രം മാർക്കറ്റ്സ് അല്ലേ. ബലൂൺസിനകത്ത് നമ്മളൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ അതിനകത്ത് 100 ബലൂൺ ഉണ്ടായിരിക്കും. ആ 100 ബലൂണും നല്ലതായിരിക്കത്തില്ല. ഇടയ്ക്ക് പൊട്ടയായിട്ടുള്ള കാറ്റ് പുറത്ത് പോകുന്ന ബലൂൺസ് ഉണ്ടായിരിക്കും. സിമിലർലി കോണ്ടംസും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പീനസിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ മാനുഫാക്ചറിങ് ആയിട്ട് എന്തെങ്കിലും ഡിഫക്റ്റുകളോ ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ഹോളോ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ അത് ത്രൂ ഈ സീമൻ പുറത്തേക്ക് വരാനും നമ്മുടെ വജൈനയിൽ ഡിപ്പോസിറ്റഡ് ആകാനും നമ്മൾക്ക് പ്രഗ്നൻസി വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കോണ്ടംസ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് ഡയഫ്രംസ് എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ.
അത് ഡയഫ്രംസും അതുപോലെ തന്നെ സർവൈക്കൽ ക്യാപ്പുണ്ട്, വോൾട്ടുണ്ട്. ഡയഫ്രംസും സർവൈക്കൽ ക്യാപ്പും വോൾട്ടും ഏകദേശം ഒരുപോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ്, റബ്ബർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ദിസ് ഈസ് ഓൺലി എക്സ്ക്ലൂസീവ്ലി ഫോർ ഫീമെയിൽസ്. പുരുഷന്മാർക്ക് അതില്ല. പുരുഷന്മാർക്ക് കോണ്ടംസ് ആണ്, സ്ത്രീകൾക്ക് കോണ്ടംസും ഉണ്ട്, ഈ ഡയഫ്രം, സർവൈക്കൽ ക്യാപ്പ്, വോൾട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലാവുന്ന സമയത്ത് നമ്മുടെ വജൈന സർവിക്സ് പോലെയുള്ള പോർഷൻസിനെ കവർ ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാർട്ട്ണറിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന സ്പേമും നമ്മളുടെ ഓവുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യാണ് ഇവിടെ. ഇനി നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടംസ് യൂസ് ചെയ്തതുകൊണ്ടോ ഡയഫ്രംസ് യൂസ് ചെയ്തതുകൊണ്ടോ സർവൈക്കൽ ക്യാപ്സ് യൂസ് ചെയ്തതുകൊണ്ടോ ഒന്നും 100% കൺസെപ്ഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൺസെപ്ഷൻ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ്. ഇത് സ്പെർമിസൈഡൽ എന്ന് വെച്ചാൽ സ്പേമിനെ കൊല്ലുന്നത് എന്നുള്ള മീനിങ് ആണ്. സ്പേമിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ക്രീംസും ജെല്ലീസും ഫോംസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കോണ്ടംസും ഡയഫ്രംസും സർവൈക്കൽ ക്യാപ്സൊക്കെ യൂസ് ചെയ്യുന്നതിനെ കൂട്ടത്തിൽ കൂടെ ഈ ക്രീംസും ജെല്ലീസും ഫോംസും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീം കാരണം നമ്മുടെ സ്പേമിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ റിസ്ക് ഒഴിവാക്കുകയാണ്. പ്രഗ്നൻസി ഉണ്ടാകാനുള്ള റിസ്കുകൾ നമ്മളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഈ ജെല്ലീസ്, ക്രീംസ് ആൻഡ് ഫോംസ് വിൽ ബി ആക്ച്വലി വെരി ഹെൽപ്ഫുൾ. പിടികിട്ടിയാ? അങ്ങനെ. അപ്പോൾ ദിസ് വാസ് ദ ബാരിയർ മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇൻട്രാ മീൻസ് അകത്ത് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. യൂട്രൈൻ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, ദാറ്റ് മീൻസ് യൂട്രസിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസസ്. ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾക്ക് നമ്മളുടെ യൂട്രസിൽ തന്നെ ഒരു ഡിവൈസ് ഇൻസേർട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. സോ ബേസിക്കലി വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ സം മെഡിക്കൽ പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മളതിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരല്പം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൊരു ബർത്ത് കൺട്രോൾ മെത്തേഡാണ് ഈ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. IUDs എന്ന് നമ്മൾ അതിനെ അബ്രിവിയേറ്റ് ചെയ്ത് വിളിക്കും. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IUDs ആണുള്ളത്. നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിങ് IUDs, ഹോർമോൺ റിലീസിങ് IUDs. നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിളാണ് ലിപ്പസ് ലൂപ്പ്. കോപ്പർ റിലീസിങ്ങിന് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375 ഒക്കെ എക്സാമ്പിൾസ് ആണ്. കോപ്പർ ടിയും കോപ്പർ 7 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കോപ്പർ റിലീസിങ് IUDസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബോഡിയിൽ നമ്മളത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആ യൂട്രസ് ആൻഡ് ഓവിഡക്റ്റിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു ബ്ലോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മളിത് വെക്കുന്നത് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മളിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ ബോഡിയിൽ കോപ്പർ റിലീസ് ചെയ്യാൻ തുടങ്ങും. മോസ്റ്റ്ലി നമ്മളുടെ യൂട്രസിൽ കോപ്പറിൻ്റെ അയോൺസ് റിലീസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കോപ്പറിൻ്റെ അയോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓവൻ വന്നാലും ഈവൻ ഫെർട്ടിലൈസ്ഡ് ആയിട്ടൊരു സൈഗോട്ടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും അതിന് ഈ കോപ്പറിൻ്റെ എക്സ്ട്രാ പ്രസൻസ് ഉള്ളത് കാരണം നമ്മളുടെ യൂട്രസിനെ നന്നായി ഇംപ്ലാന്റ് ചെയ്യാനോ സർവൈവ് ചെയ്യാനൊന്നും സാധിക്കില്ല. പിടികിട്ടിയോ? അങ്ങനെ അത് ഇംപ്ലാന്റ് ചെയ്യപ്പെടാതെ ചത്തുപോകും. അതാണ് കോപ്പർ റിലീസിങ് IUDസിൻ്റെ ഒരു പ്രത്യേകത. സിമിലർ ആണ് ഹോർമോൺ റിലീസിങ് IUDസും. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ ആയിട്ട് എക്സസീവായിട്ട് ഹോർമോൺസ് വരുന്നു, ആവശ്യത്തിൽ കൂടുതൽ. അപ്പോൾ ആ ഹോർമോൺസ് ഉള്ളതുകൊണ്ട് ദേ വിൽ നോട്ട് ബി അലൗവിങ് ദ പ്രഗ്നൻസി ടു ഹാപ്പൻ. ഇംപ്ലാന്റേഷൻ ഒന്നും അത് സംഭവിക്കില്ല. അപ്പം ഹോർമോൺ റിലീസിങ് IUDസിന് എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസേർട്ടും അതുപോലെ തന്നെ LNG-20 എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഏത് കാറ്റഗറിയിൽ ഏത് IUD പെടും എന്നുള്ളത് അറിയണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ബേസിക്കലി നമ്മൾ IUDs നമ്മളുടെ ബോഡിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കോപ്പർ റിലീസ് ചെയ്യാണ് അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ IUDs ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് സ്പേമിൻ്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് അറിയാമല്ലോ, നമ്മൾ ഒരു സാധനത്തിനെ വിഴുങ്ങിയിട്ട് അങ്ങ് നശിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഫാഗോസൈറ്റോസിസ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. അതിനത് മാത്രമല്ല സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയ്ക്കും. അപ്പോൾ സ്പേം നല്ല സ്പീഡിൽ ഈ വജൈനയ്ക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സ്പേംസ് എല്ലാം വളരെ സ്പീഡിൽ മൂവ് ചെയ്ത് അത് ഏറ്റവും ആദ്യം ആരാണ് ഓവത്തിൻ്റെ അടുത്തെത്തുക. നമ്മൾ പറഞ്ഞ പോലെ ഓരോ ഓവത്തിനും ഒരു സ്പേം മതി. അപ്പോൾ ഈ ഇത്ര ലക്ഷക്കണക്കിന് സ്പേം ഇവർ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഈ ഒരു സ്പേം ആരാണോ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് അവനെ കൊണ്ടാണ് ഗുണമുള്ളത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗുണത്തെ പ്രതീക്ഷിച്ചല്ലോ നമ്മൾ ഈ പഠിക്കുന്നത്. വി ആർ ബേസിക്കലി കൺട്രോളിങ് ഇറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ IUDs ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, സ്പേമിൻ്റെ മോട്ടിലിറ്റി നമ്മൾക്ക് ഒരുപാട് അങ്ങ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ആകും. ആൻഡ് ഈ സ്പേമിന് അധികം ആയുസില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഓവത്തിൻ്റെ അടുത്ത് എത്താനുള്ള ചാൻസസ് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ കുറയ്ക്കും. പിടികിട്ടിയോ? ഇനി അതല്ല ഹോർമോൺ റിലീസിങ് IUDs ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ യൂട്രസിനകത്തുള്ള ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്ലാന്റേഷൻ സംഭവിക്കില്ല. അതിനത് മാത്രമല്ല സ്പേംസിനും സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതാണ് IUDs എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്രയും കാലം നമ്മൾക്ക് IUDs യൂസ് ചെയ്യാം. ലേറ്റർ നമ്മൾക്കിപ്പോൾ ഞാൻ IUD ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലേറ്റർ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കിപ്പോൾ പ്രഗ്നൻസി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ IUD അങ്ങോട്ട് റിമൂവ് ചെയ്താൽ മതി. ഒക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുക,
വിത്ത് ലൈക്ക് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ആൻഡ് വി ആർ ബാക്ക് ടു നോർമൽ. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രഗ്നൻസിയിലോട്ട് എത്താനും പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് പ്രിഫർ ചെയ്യുന്നത് ദാറ്റ് ഈസ് IUDs. ഒരു അടിപൊളി കോൺട്രാസെപ്റ്റീവ് ആണെന്ന് വേണം പറയാനായിട്ട് ഈ IUDs. പിടികിട്ടിയ യെസ്. അപ്പോൾ അതാണ് ദാറ്റ്സ് അബൌട്ട് IUDs. നൗ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് പിൽസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പിൽസിനെ പറ്റിയിട്ടാണ്. പിൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാബ്ലറ്റ്സ്, ഓറലി നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഈ ടാബ്ലറ്റ്സിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ പ്രൊജസ്റ്റോജൻസ് ഉണ്ടായിരിക്കും. പ്രൊജസ്ട്രോണിന് തന്നെ വേറെ ടൈപ്സ് ആണ് പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള പിൽസാണ് കൂടുതലും ഉള്ളത് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂഷ്വലി പിൽസിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന മെൻസ്ട്രൽ സൈക്കിൾ സംഭവിച്ച് മെൻസ്ട്രൽ ഫേസിൽ നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കുറച്ച് ദിവസമില്ലേ, ഓൾമോസ്റ്റ് ഒരു 7 days അല്ലേ. അത് ഡിപ്പെൻസ് അല്ലേ. ആ ബ്ലീഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ദിവസം, ഇപ്പോൾ നമ്മളൊരു 7 days ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 21 ദിവസം നമ്മൾ ഈ മരുന്ന് കഴിക്കണം. അത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ ഈ പിൽസിനുള്ളത്. നമ്മൾ എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, എത്ര നാൾ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ അത്രയും നാൾ നമ്മളിത് കഴിക്കേണ്ടതായിട്ട് വരും. ആൻഡ് നൗ മാർക്കറ്റിൽ ഇതൊന്നും വേണ്ട, നമ്മളിപ്പോൾ ലൈക്ക് ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ആകുന്നതിന് മുന്നേ കഴിച്ചാലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലുള്ള മരുന്നുകൾ, സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം കഴിച്ചാലും മതി എന്നുള്ള രീതിയിലുള്ള മരുന്നുകളൊക്കെ അവൈലബിൾ ആണ് മെഡിക്കലി. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം എന്നാണ് പറയുക. പക്ഷേ ബേസിക്കലി ഈ പിൽസിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറോയിഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിൽസ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ, പ്രൊലോങ്ഡ് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ ഒരുപാട് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മളുടെ ലൈക്ക് ഒബിസിറ്റി വരാനും നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഒക്കെ തെറ്റി, മെൻസ്ട്രൽ സൈക്കിളൊക്കെ തെറ്റി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ നമ്മൾ ഈ പില്ല് കഴിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഓവുലേഷൻ നടക്കില്ല, ഇംപ്ലാന്റേഷൻ നടക്കില്ല. പിന്നെ സെർവൈക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സെർവിക്സിൻ്റെ അവിടെയും വജൈനയുടെ അവിടെയൊക്കെ ഒരു മ്യൂക്കസ് ഉണ്ട്, കൈൻഡ് ഓഫ് എ ലൂബ്രിക്കൻ്റ് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ സ്പേം ഒക്കെ അതിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ സർവൈക്കൽ മ്യൂക്കസിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ തന്നെ ഈ പില്ല് കഴിക്കുന്നത് കൊണ്ട് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സ്പേമിന് അതിൽ കൂടെ നല്ലപോലെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? അങ്ങനെയാണ് സംഭവം. ആൻഡ് ഇതിനധികം സൈഡ് എഫക്ട്സ് ഇല്ലെന്നാണ് പൊതുവെ പറയൽ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ 1-2 തവണ കഴിച്ചതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷേ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് സൈഡ് എഫക്റ്റിലേക്ക് ലീഡ് ചെയ്യും. നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഒക്കെ തെറ്റാനും നേരത്തെ പറഞ്ഞ പോലെ ഒബിസിറ്റി പോലെയുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈവൻ ചെറിയ പ്രായം മുതൽ നമ്മൾ ഈ പിൽസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കൊരു 35 ഒക്കെ ആകുമ്പോഴത്തേക്കും യു ആർ ഓൾമോസ്റ്റ് സ്റ്റെറൈൽ അങ്ങനത്തെ കണ്ടീഷൻസിലെത്താം. ബിക്കോസ് ഹൈ ഡോസേജ് കെമിക്കൽസ് അല്ലേ അത്, അതുകൊണ്ടിട്ട്. പിടികിട്ടിയോ? യെസ്. പിന്നെയെന്ന് വെച്ചാൽ ചില കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ താഴെ നമുക്ക് ഇംപ്ലാന്റ് എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റും. സ്കിന്നിൻ്റെ താഴെയാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തും ഇതുപോലെ നമ്മൾ ഈ പിൽസിനകത്ത് കണ്ട അതേ സെയിം സാധനങ്ങൾ, പ്രൊജസ്ട്രോജനോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജനും ഈസ്ട്രോജൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇഞ്ചക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ വെക്കുന്ന ഇംപ്ലാന്റ്സ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. ഈ സ്കിന്നിൻ്റെ അടിയിൽ വെക്കുന്ന ഇംപ്ലാന്റ്സ് ഒന്നും നമ്മൾ പൊതുവെ ചെയ്യലില്ല. ഇഞ്ചക്ഷൻസും ആളുകൾ എടുക്കുന്നത് കുറവാണ്. പക്ഷേ അങ്ങനെയുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നാട്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുക. മോസ്റ്റ്ലി ഈ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ സ്ത്രീകൾക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പിൽസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ IUDs ആണെങ്കിലും ഒക്കെ ദാറ്റ് വാസ് ഫോർ ഓൺലി ഫീമെയിൽസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് പിൽസിനെ പറ്റിയിട്ടുള്ളത്. എന്നാൽ ലാസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ റേപ്പിലൊക്കെ ഇൻവോൾവ് ആയെന്ന് വിചാരിക്കും. അപ്പം അതൊക്കെ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണ്. അല്ലെങ്കിൽ സംടൈംസ് നമ്മൾ ഈവൻ ഒരു കോൺട്രാസെപ്റ്റീവിലായിരുന്നിട്ട് പോലും ഇറ്റ് മൈറ്റ് ലീഡ് ടു സംടൈംസ് പ്രഗ്നൻസിയിലോട്ടൊക്കെ ലീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി കേസസിലോ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡിയിൽ ഈ ഒരു പില്ലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ നമ്മൾ പറയാം. അൾട്ടിമേറ്റ്ലി ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞ് ഒരു 72 hours നമ്മൾ ഈ പിൽസ് ആണെങ്കിൽ പ്രൊജസ്ട്രോജൻ മാത്രമുള്ളതോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ്റെ കോമ്പിനേഷനുള്ള പില്ല് യൂസ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബോഡിയിൽ IUDs ഒക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ട് റേപ്പ് വഴിയായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഗ്നൻസീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനത്തെ മെത്തേഡ്സ് ആണ് പറയുക. പക്ഷേ ദാറ്റ് ഷുഡ് ബി ഡൺ വിത്തിൻ 72 hours ഓഫ് ദ സെക്ഷൽ ഇൻ്റർകോഴ്സ്. റെഡിയോ? അപ്പോൾ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും സെക്സിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ വി നീഡ് ടു ഡു ദാറ്റ്. നമ്മൾ അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി സജസ്റ്റിംഗ് ദ സെയിം. ഓക്കെ, യെസ്. ഇതാണ് കഥ. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് മെത്തേഡ് ഈ സർജിക്കൽ മെത്തേഡ്. അത് നമ്മൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് എ ടെർമിനൽ മെത്തേഡ്. പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ടെർമിനൽ മെത്തേഡാണ്. ഇതല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ദിസ് ഇസ് എ ലാസ്റ്റ് വൺ. ഓക്കെ, എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്.
ഏറ്റവും ടേർമിനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഇതിലും അടിപൊളിയായിട്ട് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്തൊരു മെത്തേഡില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാമേറ്റ്സ് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ അല്ലേ ഈ പറഞ്ഞ പ്രഗ്നൻസി ആണെങ്കിലും കൺസെപ്ഷൻ ആണെങ്കിലും ഒക്കെ നടക്കുകയുള്ളൂ. സോ വി ആർ ബേസിക്കലി ബ്ലോക്കിംഗ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗാമേറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഗാമേറ്റ്സ് ബോഡിയുടെ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ട് വരിക എന്നുള്ളത് വി ആർ ജസ്റ്റ് അവോയ്ഡിങ് ദാറ്റ്, വി ആർ ജസ്റ്റ് സിംപ്ലി സ്റ്റോപ്പിംഗ് ദാറ്റ്. അങ്ങനെയുള്ള ടെക്നിക്കാണ് ഈ സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ടെക്നിക്ക് അവൈലബിൾ ആണ്. പുരുഷന്മാരുടെ ടെക്നിക്കിനെ വി കോൾഡ് ആസ് വെസെക്ടോമി, സ്ത്രീകളുടേതിനെ നമ്മൾ ട്യൂബെക്ടോമി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, വെസെക്ടോമി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഓൾറെഡി മെയിൽസിൻ്റെ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലൈക്ക് നമ്മൾ പറയുന്നുണ്ട് മെയിൽസിൻ്റെ ലൈക്ക് സിസ്റ്റത്തിനകത്തുള്ളൊരു പാർട്ടാണ് വോസ് ഡിഫറൻസ്. ഈ വോസ് ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കെട്ടി വെക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്ന ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് വാട്ട് വി കോൾ എസ് വെസെക്ടോമി. ഇത് നമ്മളുടെ സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള പൗച്ചില്ലേ, ടെസ്റ്റിസിൻ്റെ സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടൊരു പൗച്ചില്ലേ, അതിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ എക്യുപ്മെൻറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഈ പൊതുവെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഒരു പ്രിവെൻഷൻ നടത്താണ്. സോ ബേസിക്കലി അവരുടെ ബോഡിയിൽ നിന്ന് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഈ സ്പേംസ് ഒന്നും പുറത്തോട്ട് വരില്ല. അങ്ങനെ ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം, കണ്ടോ? ദിസ് ഇസ് വെസെക്ടോമി. ബേസിക്കലി ബ്ലൂ കളറിൽ കാണുന്നത് അവരുടെ സിസ്റ്റമാണ്. ആൻഡ് അവരുടെ വോസ് ഡിഫറൻസിനെ കട്ട് ചെയ്തിട്ട് അതുപോലെ കെട്ടി വെച്ചിരിക്കുക രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം എന്ത് ചെയ്യില്ല, ദർ ഇസ് നോ ചാൻസ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി കമ്മിങ് ഔട്ട്. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ നമ്മൾ ലൈക്ക് വി ആർ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ തിങ്. ഇത്തരത്തിലുള്ളതിനെയാണ് വെസെക്ടോമി എന്നിട്ട് വിളിക്കുക. ഇനി ദിസ് ഇസ് ഫോർ മെയിൽസ്. ഇനി ഫീമെയിൽസിനുള്ളതുണ്ട്, ദാറ്റ് ഇസ് ട്യൂബെക്ടോമി. ട്യൂബെക്ടോമി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫാലോപ്പിയൻ ട്യൂബ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കട്ട് ആൻഡ് ടൈ ചെയ്യുന്നു. ഫാലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കെട്ടി വയ്ക്കുക. നമ്മൾ നേരത്തെ വോസ് ഡിഫറൻസിനെ കട്ട് ആൻഡ് ടൈ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിനെ എന്ത് ചെയ്യാണ്, കട്ട് ആൻഡ് ടൈ ചെയ്ത് വെക്കുകയാണ്. ടൈ ചെയ്തുകൊണ്ട് ഓവംസ് എന്ത് ചെയ്യില്ല, റിലീസ്ഡ് ആവില്ല. പിടികിട്ടിയോ? ഓവർ റിലീസ്ഡ് ആവില്ല മീൻസ് സിസ്റ്റത്തിൻ്റെ വെളിയിലോട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്താലല്ലേ അത് ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. സോ വി ആർ ബേസിക്കലി കട്ടിങ്. പിന്നെ എങ്ങനെയാണ് ഈ സ്പേം ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്നതാണ് ദാറ്റ് ഇസ് ട്യൂബെക്ടോമി. ട്യൂബെക്ടോമി എന്ന് പറഞ്ഞാൽ ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കായിരിക്കും ചെയ്യേണ്ടായിരിക്കും. നമ്മളുടെ ഈ അബ്ഡോമിൻ ഉണ്ടല്ലോ, അടിവയറിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൽ ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ വജൈന ത്രൂ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡോക്ടേഴ്സ് ആർ സെയിങ് ദാറ്റ് 90% അഷ്വറൻസ് ആണ് നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിത് ചെയ്തു ആൻഡ് ലേറ്റർ ഫ്യൂ ഇയേഴ്സിന് ശേഷം നമുക്കൊരു കുട്ടി വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കട്ട് ചെയ്ത് പോയില്ലേ ഈ സാധനത്തിന്, നമുക്ക് തിരിച്ചു തന്നെ റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇമ്പോസിബിൾ അല്ല, പക്ഷേ അത് റിവേഴ്സ് ചെയ്ത് പ്രോപ്പർ ഫങ്ഷനിങ്ങിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഒരല്പം ടാസ്ക്കാണ്. എല്ലാവർക്കും അത് നമ്മൾ തിരിച്ചതിനെ വീണ്ടും പഴയ പോലെ ആക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും അത് നടക്കണമെന്നില്ല. എല്ലാവരുടെ സിസ്റ്റവും നല്ലപോലെ വർക്ക് ചെയ്യണമെന്നില്ല. പിടികിട്ടിയാ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. ദാറ്റ്സ് വൈ ഐ സെഡ് ദാറ്റ് ഇറ്റ് ഇസ് എ ടെർമിനൽ മെത്തേഡ്. ബിക്കോസ് ഇതിന് ശേഷം വേറെ മെത്തേഡില്ല. നമ്മുടെ സിസ്റ്റം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലേ. അപ്പോൾ പിന്നെ വേറെ എന്ത് മെത്തേഡാണ് ഇതിൽ നല്ലതായിട്ടുള്ളത്? സോ ബേസിക്കലി അടിപൊളി മെത്തേഡ് ഇസ് ദിസ് വൺ. പക്ഷേ ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു കുട്ടി വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിടികിട്ടിയോ? ദാറ്റ്സ് എ തിങ്. ഓക്കെ, ഇനി ഞാനൊരു കുഞ്ഞു ടോപ്പിക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ഇൽ എഫക്ട്സ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ്. നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബേസിക്കലി ഉണ്ട്. വി മൈറ്റ് ഗെറ്റ് ഇൻ ടു നോസിയ എന്ന് വെച്ചാൽ മനം പുരട്ടൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അബ്ഡോമിനൽ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ബ്ലീഡിങ് വരാനും മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഇറഗുലർ ആകാനും ആൻഡ് ഈവൻ സംടൈംസ് ഈ കെമിക്കൽസിൻ്റെ അതിപ്രസരം കാരണം നമുക്ക് ക്യാൻസർ പോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തോ ബ്രസ്റ്റ് പോലെയുള്ള പൊസിഷൻസിലൊക്കെ ഇറ്റ് മൈ ഡെവലപ്പ് ക്യാൻസർ ഓൾസോ. എക്സ്ട്രാ കെമിക്കൽസ് അല്ലേ, അല്ലാതെ തന്നെ മനുഷ്യന്മാർക്ക് ഇപ്പോൾ ക്യാൻസർ വരുന്നു. അപ്പോൾ പിന്നെ എക്സ്ട്രാ കെമിക്കൽസും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ് നോ. അങ്ങനെ പിടികിട്ടിയോ? സോ ഇതാണ് ഒരു ഐഡിയ. ദിസ് ഇസ് ഹൗ യു കൺട്രോൾ ബർത്ത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തഡ്സ് ത്രൂ വിച്ച് വി ക്യാൻ കൺട്രോൾ ബർത്ത് ഇൻ അവർ ബോഡി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രഗ്നൻസിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിയിലെ ടോപ്പിക് ഈസ് ഓവർ ബൈ ദിസ് ടൈം. ഞാൻ വിചാരിച്ചത് ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ തന്നെ തീർന്നു പോകുന്നൊക്കെയാണ്. പക്ഷേ തീർന്നില്ലടാ. ഐ ഡോണ്ട് നോ വൈ. ഐ ജസ്റ്റ് ഗോട്ട് ഇൻ ടു എ ലിറ്റിൽ ബിറ്റ് മോർ എക്സ്പ്ലനേഷൻ ഐ തിങ്ക്. ആൻഡ് ദ തിങ് ഈസ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ആൻഡ് ന്യൂറോ ഫിസിയോളജി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ആൻഡ് വേറെ എന്താ വേറെ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ മസിൽ ഫിസിയോളജിയും കഴിഞ്ഞു തോന്നുന്നു. മസിൽ ഫിസിയോളജി കഴിഞ്ഞോ? റെഡ്നസ് സ്റ്റോണസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് ടോപ്പിക്സും കൂടെ അതിലുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ. സോ ബേസിക്കലി ദിസ് ഇസ് ഇറ്റ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്കിത് മനസ്സിലായി കാണും, ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ തോന്നുന്നു. ആൻഡ് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് or suggestions, please contact through the mail IDs and social media IDs that is provided in the description box.
അല്ലെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ കമൻറ്റ് ബോക്സിലോ എവിടെയാണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഇനി അത് മാത്രമല്ല, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഐ മീൻ ഈ സെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, B.Ed പഠിക്കുന്നവരൊക്കെ ഉണ്ട്, M.Ed പഠിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റഡീഡ് അബൌട്ട് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഇനിഷ്യലി നമ്മൾ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സും ലാസ്റ്റ് നമ്മൾ ഇൽ ഇഫക്ട്സും കൂടെ പഠിച്ചു, അത് അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അഗെയിൻ എവറി ഡേ ഞാൻ പറയുന്ന പോലെ തന്നെ വി ആർ ഡൂയിങ് ഷോർട്ട് സീരീസ്. എവറി ഡേ വി ആർ ഡൂയിങ് ദിസ് ഷോർട്ട് സീരീസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് 9 മണിക്കാണ് നമ്മുടെ ചാനൽ അത് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ബേസിക്കലി യു ഗോ ആൻഡ് വാച്ച് ദറ്റ് ഷോർട്സ്. ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഫോർ യു ലോട്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു നോക്കുക. നോട്ട്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഷോർട്സിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, എന്തെങ്കിലും ഡിഫറൻസസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സജഷൻസ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ഹിയർ. നെക്സ്റ്റ് ഡേ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.